ഗുഡ് മോർണിംഗ്. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് ഫാസ്റ്റസ്റ്റ് 100 അടിച്ചിരിക്കുന്നത് നമ്മുടെ സൂര്യവംശിയുടെ കാര്യത്തിലൊക്കെ പറയും. ക്രിക്കറ്റിന്റെ കാര്യത്തിൽ വിരാട് കോഹ്ലി, സച്ചിൻ തെണ്ടുൽക്കർ, സൂര്യവംശി എന്നൊക്കെ പറയും IPL സീസണിൽ. ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് 100 എന്ന തരത്തിലേക്ക് മലയാള സിനിമ എത്തി. എമ്പുരാൻ 48 മണിക്കൂറിൽ, ഇത് 58 മണിക്കൂറിൽ 100 കോടി പിന്നിടുന്ന സിനിമയായി മാറുന്നു. ദൃശ്യം 3 എടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ദൃശ്യം 3യെ കുറിച്ചുള്ള ആലോചന ഉണ്ടാവുന്നത് എപ്പോഴാണ്? ദൃശ്യം 2വിൽ നിർത്തണമെന്ന് എപ്പോഴെങ്കിലും കരുതിയിരുന്നോ, അതല്ല ഇങ്ങനെ ഒരു സീക്വലായിട്ട് വേണം എന്നാണോ തുടങ്ങുമ്പോൾ തന്നെ ഉണ്ടായിരുന്നത്? അല്ല 1 കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് കഴിഞ്ഞു എന്നാണ് വിചാരിച്ചിരുന്നത്. പിന്നെ ഈ പറഞ്ഞൊരു പലരും കഥകളൊക്കെ അയക്കാൻ തുടങ്ങി. ആൻ്റണി എന്നോട് പറഞ്ഞു, ഒന്ന് ആലോചിച്ച് നോക്ക്, വല്ലവരും എന്തിനാ കഥ നമുക്ക് ആലോചിച്ചു വിടുന്നത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു 6-7 വർഷം എടുത്തു 2ലേക്ക് വരാൻ. അപ്പോൾ 2 കഴിഞ്ഞ് ഞങ്ങൾ അത് OTTയിലായി പോയല്ലോ. അപ്പോൾ അത് പ്രീമിയർ എൻ്റെ വീട്ടിൽ പ്രിവ്യൂ കാണാനായിട്ട് ലാൽ സാറെല്ലാം വന്നു. അത് കഴിഞ്ഞപ്പോൾ ലാൽ സാർ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് പറ്റുമോ, ഇനി ഒരു സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ എനിക്കറിയില്ല, പക്ഷേ 3 ഉണ്ടാകുകയാണെങ്കിൽ അതിങ്ങനെ അവസാനിക്കണം എന്നും പറഞ്ഞു എൻ്റെ മനസ്സിലുള്ളൊരു ആഗ്രഹം, അല്ലെ ഒരു ആശയം ഞാൻ പറഞ്ഞു. ലാൽ സാറിനോട് ഇത് കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം തൊട്ട് ഞാൻ ചുമ്മാ ആലോചിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു 5 വർഷം എടുത്തു എനിക്കതൊന്ന് പ്രാവർത്തികമാക്കി കൊണ്ടുവരാനായിട്ട്. ഈ 5 വർഷം മനഃപൂർവ്വം എടുത്തിട വേള അല്ല, കാരണം വെച്ചാൽ ഞാൻ ഒരു സബ്ജക്റ്റ് കിട്ടിയാൽ, ഒരു തോട്ട് കിട്ടിയാൽ ഞാൻ അതിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ഇട്ടിരിക്കുകയല്ല. ഞാൻ യാത്ര ചെയ്യുമ്പോഴും അപ്പോഴൊക്കെ ഞാനിങ്ങനെ അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വൺസ് അതിനൊരു ഫ്രെയിം ആയി കഴിയുമ്പോഴും ഞാൻ എഴുത്തിലേക്ക് കയറും. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ജിത്തു തന്നെയാണോ യഥാർത്ഥത്തിൽ ജോർജ് കുട്ടി? അത് ഫസ്റ്റ് കഴിഞ്ഞപ്പോൾ തൊട്ട് ചോദിക്കുന്നു. അതൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. എൻ്റെ ഫാദറിൻ്റെ കുറച്ച് ട്രേറ്റ്സ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ആ വെള്ളം ഇത് ചെയ്തിട്ട് ഇങ്ങനെ വാഷ് ബേസിനിൽ മാറി തുപ്പുന്നില്ല. എൻ്റെ ഫാദർ MLA ആയിരുന്നു, മോശം MLA. അപ്പോൾ പുള്ളി ഒത്തിരി തിരക്കായി കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്തതാണ് ഇതൊക്കെ. അതുപോലെ പോകാൻ നേരത്ത്, തിരക്കിട്ട് പോകാൻ നേരത്ത് പെട്ടെന്ന് മദർ വന്നിട്ട് പറയും, എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകുമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു ബുൾസൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടുള്ള ഒറ്റ ഓട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, കാരണം ബിസി ആയിരുന്നു. അപ്പോൾ ജോർജ് കുട്ടിയുടെ ലൈഫിലും ഇതൊക്കെ വന്നപ്പോൾ ഞാൻ അതിനകത്ത് അവൻ്റെ ഫാദറിൻ്റെ ഒത്തിരി പിന്നെ ലൈറ്റ് ഓഫ് ചെയ്തത്, കറണ്ട് ഇത്, കാരണം ഒരു കൃഷിക്കാരൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉണ്ടല്ലോ. ബേസിക്കലി ഞങ്ങളൊരു കൃഷിക്കാരാണ്. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ അറിയാം, എല്ലായിടത്തും അധിക ചിലവുകൾ ഒഴിവാക്കാൻ. അതെല്ലാം ജോർജ് കുട്ടിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ സ്പോയിലർ ആയില്ലെങ്കിൽ കൂടി ഒരു കാര്യം ചോദിച്ചോട്ടെ, ക്ലൈമാക്സ് അല്ല. ഇതിനകത്ത് ഞാൻ ദൃശ്യം 3 കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, എനിക്കൊന്ന് ഒരു പക്ഷേ അത് മനഃപൂർവ്വമായിരിക്കും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇടയ്ക്ക് ജോർജ് കുട്ടിക്ക് മറ്റുള്ള സിനിമകളിൽ ആദ്യത്തെ 2 സീരീസിലുള്ളതിനേക്കാൾ പ്രായം തളർത്തുന്ന ചില കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? ഉണ്ട്, കാരണം ലൈഫ് ബിസി ആവുന്നു. അക്കൂട്ടത്തിൽ ഇതിനു മുമ്പ് ഫസ്റ്റ് ഒരു ക്രൈം നടന്നു, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെയെങ്കിലും ഒന്ന് മറക്കണം എന്നായി. പിന്നെ മറച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെയെങ്കിലും അതിലേക്ക് ആൾക്കാർ പോലീസ് വന്നാൽ അതിനെ ഒന്ന് മറിച്ച് സേഫ് ആക്കണം. അതും പുള്ളി നടത്തി. അപ്പോൾ പുള്ളിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അതെല്ലാം കളഞ്ഞു. പക്ഷേ എവിടെയെങ്കിലും ഒരു സാഹചര്യത്തിലോ എന്തെങ്കിലും ബാക്കി കിടപ്പുണ്ടോ ഒന്നും അറിയില്ല, ദൈവത്തിൻ്റെ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്നില്ല. അപ്പോൾ പുള്ളിക്ക് എപ്പോഴും ആ ഫിയർ ഉണ്ട്. അപ്പോൾ ആ ഫിയർ ഉണ്ട്. അക്കൂട്ടത്തിൽ പുള്ളിയുടെ സ്വപ്നത്തിൽ ഡ്രീമിനെ ചേസ് ചെയ്യുന്നുണ്ട്. തിയേറ്റർ കൊണ്ടു, സിനിമ പിടിച്ചു. അപ്പോഴും ഈ പൈസ ഒന്നും മുടക്കാതെ സുരുക്കൂട്ടി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലും പുള്ളിയുടെ മനസ്സിലൊരു ഫിയറാണ്, നാളെ ഒരു പ്രശ്നമായാൽ ഞാൻ പോകും, അപ്പോൾ എൻ്റെ കുടുംബം ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും സെറ്റായിരിക്കണം. ഇതൊക്കെ പുള്ളിയുടെ ബാക്ക് ഓഫ് ദ മൈൻഡ് ഉണ്ട്. അത്രയും കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ടും. എൻ്റെ ഒരു സംശയം, ഇപ്പോൾ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ജോർജ് കുട്ടി കൊലപാതകം ചെയ്തു. ആരാ ചെയ്തതെന്നറിയില്ല. ഈ ജോർജ് കുട്ടിയാണ് അറിയാം, മകളാണ് അറിയാം. ജോർജ് കുട്ടി ഒളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പോലീസിന് ഇതറിയാം, കൊല്ലപ്പെട്ട വരുൺ പ്രഭാകരൻ്റെ അച്ഛന് ഇതറിയാം, വരുൺ പ്രഭാകരൻ്റെ അമ്മയ്ക്ക് ഇതറിയാം, എല്ലാ സംവിധാനങ്ങൾക്കും അറിയാം. പക്ഷേ ജോർജ് കുട്ടി പുറത്താണ് എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടല്ലോ. ഇത് ഏതെങ്കിലും ഒരു സിനിമാ സാഹചര്യത്തിലോ സമാനമായ ജീവിതാനുഭവ സാഹചര്യങ്ങളിലോ എവിടെയെങ്കിലും വായിച്ചൊരു അനുഭവമായിട്ട് വന്നിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാം ഇവരാണ് ചെയ്തത്. ഇതിപ്പോ സിനിമയാകണോ? നമ്മുടെ നാട്ടിലേക്ക് നോക്കിയപ്പോൾ പല ക്രൈമും നമുക്കറിയാം ആരാണ് ഇതിന്റെ പിന്നിൽ നിന്ന്. പക്ഷെ അവരിത് വഴി നടപ്പുണ്ട്. ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള കാര്യമല്ലേ. അതിപ്പോ ഇത് സിനിമ വേണമെന്നൊന്നുമില്ല, നമ്മുടെ സൊസൈറ്റി തന്നെ. പക്ഷെ ഇത് ക്ലാരിറ്റിയോടുകൂടി കാണുന്ന പ്രേക്ഷകർ അറിയാമല്ലോ. അപ്പൊ ഈ പോലീസുകാരെ ഇട്ട് കളിപ്പിക്കുകയാണെന്ന് പറയുമ്പോൾ ഏതെങ്കിലും പോലീസുകാർ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ പോലീസുകാരെ മണ്ടന്മാരാക്കണമെന്ന്? അല്ല അരുണ, ഇതിനകത്തൊരു യാഥാർത്ഥ്യമാണ്. ഇത് സിനിമയാണ്. ഇത് കണ്ടുകൊണ്ട് റിയൽ ലൈഫിൽ ചെയ്താൽ പണി കിട്ടും. സിനിമ ഒരു നമ്മളൊരു മേക്ക് ബിലീഫാണ്. അങ്ങനെ ഇടയ്ക്കൊരു വിവാദം ഉണ്ടായിരുന്നു, ദൃശ്യം സിനിമ ചില ആളുകൾക്ക് പ്രേരണയാവുന്നു എന്നൊക്കെ. അത് ഫസ്റ്റ് ഇറങ്ങിയപ്പം സെൻകുമാർ സാറ് വിളിച്ചിട്ട് പറഞ്ഞു തെറ്റായ സന്ദേശം നൽകുന്നു, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു. പക്ഷേ
അങ്ങനെ കുറച്ച് പേർക്ക് അഭിപ്രായം. അന്ന് കെ ടി തോമസ് സാർ എന്നെ വിളിച്ചു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കെ ടി തോമസ് ആണ്, അതെ ജിത്തുവിൻ്റെ ലൈഫിലേക്ക് ഇങ്ങനെ കുടുംബത്തിലേക്ക് ഉപദ്രവിക്കാൻ കഴിയും, അത് തട്ടിക്കളഞ്ഞേക്കണം, അത്രേ ഉള്ളൂ, അല്ല എന്നൊക്കെ പറഞ്ഞു. കാരണം അത് സെൽഫ് ഡിഫെൻസ് ആണെന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെയും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. എന്തുകൊണ്ട് പോലീസിൽ പോയില്ല, അതൊരു ആംഗിൾ ഉണ്ട്. പക്ഷെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ആ അമ്മായിനെ ഐ ജിയുടെ മകനാക്കിയത്. ഒരുപക്ഷെ കേസ് വരുമ്പോൾ അവരുടെ കൺട്രോളിലാണ് കാര്യങ്ങൾ പോയിട്ട്, അവരുടെ ഒരു നരേറ്റീവ് ആയിരിക്കും ജനം അറിയുന്നത്. അതുകൊണ്ടാണ് പിന്നെ ഓൾറെഡി ജോർജ് കുട്ടി വരുമ്പോഴത്തേക്കും വൈഫ് ഇതെടുത്ത് കുഴിച്ചകത്തിലേക്ക് വെച്ചു, ജോർജ് കുട്ടി പെട്ടു. ആൻഡ് ഹീ ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ ക്രൈം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ അവിടുന്ന് തുടരുക എന്നുള്ള ഒരു പക്ഷേ ജോർജ് കുട്ടി ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ വ്യത്യാസം കാര്യങ്ങൾ വേറെ രീതിയിൽ ചിലപ്പോൾ പോയേനെ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, ഇത് ഈ ദൃശ്യം 3 വരുന്ന സമയത്തെ ഒരു വലിയ ചലഞ്ച് ഉണ്ടായിരിക്കുമല്ലോ. കാര്യം ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം ഈ ജിത്തുവിനോടൊപ്പം തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ. അടുത്തത് ജോർജ് കുട്ടി ഇങ്ങനെയായിരിക്കും, അടുത്തത് ഇങ്ങനെയായിരിക്കും, ഇനിയിപ്പോൾ തറയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നത്, വേറെ എവിടെയെങ്കിലും എടുത്ത് മാറ്റിയിട്ടുണ്ടാവും. ഇങ്ങനെ 1000 തിരക്കഥകൾ പ്രേക്ഷകരുടെ ഇടയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സസ്പെൻസ് ആരെങ്കിലും ഒരാൾ പൊളിച്ചാൽ വലിയ ചലഞ്ചായിരുന്നില്ലേ അത്? തീർച്ചയായിട്ടും ആലോചിച്ചിരുന്നു. അല്ല, തീർച്ചയായിട്ടും അതൊരു ചലഞ്ചാണ്. ഇതിനകത്തൊരു ക്യാരക്ടറിനെ കൊണ്ടുവന്നത് ഞങ്ങൾ വളരെ രഹസ്യമായിട്ട് വെച്ചു. പിന്നെ അവസാനത്തെ ഒരു ഏരിയയും ഞങ്ങൾ രഹസ്യമായിട്ട് വെച്ചു. ബാക്കി ചെറിയ ചെറിയ സർപ്രൈസ് എലമെന്റ്സ് ഇടയ്ക്കുണ്ട്, അതൊന്നും പൊളിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. അത് രണ്ടും പൊളിയരുതെന്നൊരു ആഗ്രഹം. ലാസ്റ്റും ഇന്റർവ്യൂലും അത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ ഒരു, അത് രണ്ടും ഞങ്ങൾ സക്സസ്ഫുൾ ആയി അതിനകത്ത്. അത് പെട്ടെന്നൊരു ഷോക്കായി പ്രേക്ഷകർക്ക്. അതെ, അത് രണ്ടുമായിരുന്നു ഞങ്ങളുടെ ചലഞ്ച്. അത് ദൈവം സഹായിച്ചത് ഞങ്ങളത് കടന്നു കൂടി. ഓക്കെ, ഇനിയിപ്പോ ദൃശ്യം 4 ഉണ്ടാകുമോ എന്നുള്ളതാണ്. പല കഥകളുണ്ട് അതിനകത്ത്. സിനിമയിലെ ചില രംഗങ്ങൾ, അവസാനത്തെ സീനുകളൊക്കെ ആളുകൾ ക്ലൂ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അവസാനത്തെ ആ രംഗം എന്ന് പറയുന്നത് ഒരു ഇതായിരുന്നു. അതായത് ഇപ്പം അരുൺ സിനിമ കണ്ടാണല്ലോ, അപ്പോൾ എനിക്ക് പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് ഒരു വ്യക്തി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചു, അതിൽ പുള്ളി ഒരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇറങ്ങി തിരിച്ചു, ഇന്നേവേ പുള്ളി സക്സീഡ് ചെയ്തു. അപ്പം അവിടെ എന്താണ് അതിന് ഒരു അതിനുകൊണ്ട് ഗുണമുണ്ടായോ എന്നൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ ഓഡിയൻസിൻ്റെ. അതിന് വേണ്ടിയിട്ട് എഴുതിയ സീനാണ്. സ്വാഭാവികമായിട്ടും സംസാരിക്കാതിരുന്ന വ്യക്തി സംസാരിച്ചു. അതെ, പക്ഷേ ആ സംസാരത്തിൽ നമ്മൾ ഒരു കാര്യവും കൂടെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇപ്പോഴും വേറൊരു മാനസികാവസ്ഥയിലാണെന്നുള്ളത് ചെയ്തു. ഈ സീൻ നമ്മൾ ഇതിൻ്റെ പാർട്ട് ഓഫ് ദ ഫിലിമായിരുന്നു. അപ്പോൾ ഈ ഡിസ്കഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ആൻ്റണി ഫോർ എന്ന് പറയുന്നു, എല്ലാവരും പറയുന്നു, ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചുമ്മാ നമ്മുടെ പിള്ളേരിലായിരുന്നു പറഞ്ഞു, സാറേ നമുക്ക് ഡയറക്ടർ കാർഡും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇതിട്ട് അതിന് വേറൊരു ഫീൽ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും 4 എന്ന് അങ്ങനെ ഒരു കൺഫേംഡ് ഒരു ഇത് വരുന്നുണ്ട്. ആ കൺഫർമേഷൻ എനിക്ക് തരാൻ പറ്റത്തില്ല. കാരണം എനിക്കൊന്നും കിട്ടിയിട്ടില്ല, എനിക്കറിയില്ല. എന്നേരം ഞാൻ ശ്രമിക്കുകയല്ലെന്നല്ല, നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി സാധനം കിട്ടിയാൽ ഞാൻ ശ്രമിക്കും, ഇല്ലെങ്കിൽ ഇല്ല, അത്രേ ഉള്ളൂ. ഈ ഇതിനകത്ത് എസ്തറിന്റെ ക്യാരക്ടർ ഈ പുതിയ ജെൻസി പിള്ളേരൊക്കെ ഉണ്ടല്ലോ, അവരെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണോ അവരുടെ ഡയലോഗ് ആണെങ്കിലും അവരുടെ ഒരു ബോൾഡ്നെസ് ആണെങ്കിലും, അതോ വീട്ടിലുള്ള സ്വഭാവമാണോ? ബേസിക്കലി എസ്തറിന്റെ ഫ്രണ്ടാണ് എൻ്റെ ഇളയ മോള് കെറ്റീന. അപ്പോൾ എസ്തർ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കെറ്റീന നോക്കിയിട്ട് പറഞ്ഞു, ഓഹോ നിന്റെ ക്യാരക്ടറല്ലേ എനിക്ക് ഡാഡി തന്നേക്കുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. ബേസിക്കലി എക്സാക്ട്ലി കെറ്റീന എന്നല്ല, ആ പ്രായത്തിലുള്ളവർ ചിന്തിക്കുന്നത്. അപ്പം ഡവറിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അപ്പം ഞാൻ ചിന്തിച്ചതാ, ഇവരൊരു ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എല്ലാ പേരൻസും ഇങ്ങനെയൊക്കെ ചിന്തിക്കും, കുറച്ച് കൊടുത്തിട്ടാണേലും എന്നൊക്കെ പറയുന്നൊരു ആംഗിൾ ഉണ്ടല്ലോ, അതിന് ഷെയർ, ഇതൊക്കെ നമ്മുടെ ഫാമിലിയിലൊക്കെ നമ്മൾ പലതും കേട്ടിട്ടുള്ളതാണ്. അപ്പം ഇതിനൊക്കെ ഇവരെങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ തന്നെ ഒരാളുള്ളപ്പോൾ ഞാൻ അതൊരു റെഫറൻസ് ആയിട്ട് എടുത്തു. ഈ ഞാൻ സിദ്ദീഖൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, മോഹൻലാൽ ദൃശ്യം 1 ക്ലൈമാക്സ് മോഹൻലാൽ പറയുമല്ലോ, എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് മോഹൻലാൽ തൊഴുന്ന സീന് തൊട്ട് മുമ്പൊക്കെ തമാശയൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ആ ഡയലോഗിലേക്കൊക്കെ വന്നതെന്ന് കേട്ടിട്ടുണ്ട് സിദ്ദീഖൊക്കെ പറഞ്ഞിട്ട്. ഈ സിനിമയിലെ ഓരോ മോഹൻലാലിനോടത്തുള്ള എക്സ്പീരിയൻസും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളെക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇംപ്രവൈസ് ചെയ്തൊരു മൊമെന്റ് കിട്ടുമല്ലോ. ഈ സിനിമയിൽ അങ്ങനെ പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മൊമെന്റ് ഉണ്ടോ? അതായത് ജോർജ് കുട്ടി എന്ന് ജിത്തു മനസ്സിൽ വിചാരിച്ചതിനും അപ്പുറത്തേക്ക് ജോർജ് കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്രയും കാലങ്ങളിലെ ക്യാരക്ടറായിട്ട്. അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഒരു അങ്ങനെ ഒരു ഹൈ കിട്ടിയ മൊമെന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ചെറിയ കണ്ണുകൾ കൊണ്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ദൃശ്യം 2-ലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മുടെ മീന വന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന്റെ സമയത്ത് വളരെ ദൃശ്യം 1-ൽ ഞാൻ ഒത്തിരി ഇന്റർവ്യൂ ബാക്കിലേക്ക് പോകുന്നു അങ്ങനെയൊക്കെ. പക്ഷെ ആ ലെവലിൽ ഇല്ലേലും ഇതിനകത്ത് പല സ്ഥലങ്ങളിലുണ്ട്. ഇതിനകത്ത് എന്താ പറയാ, നമ്മുടെ ഒരു ക്യാരക്ടറിന്റെ റെവലേഷൻ ഉണ്ട്. പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇത് എന്ന് പറഞ്ഞു, അവിടെ പുള്ളി ഭയങ്കര എക്സ്പ്ലോഡ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മറുചോദ്യം വേറൊരു ഭാഗത്തുനിന്ന് വരും. അവിടെ പുള്ളിയുടെ ഒരു കണ്ണുകളിലും ഇതിലും
പുള്ളി റിയലൈസ് ചെയ്യുന്നുണ്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നിട്ട് അത് വന്ന് ഭാര്യയോട് ഷെയർ ചെയ്ത് ഇത് കഴിഞ്ഞിട്ട് അത് അതിനകത്ത് വോയിസ് മോഡുലേഷനും ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഇങ്ങനെ വന്നിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് മക്കളറിഞ്ഞോ അത് ചോദിച്ചു. ഇല്ല പറയണ്ട, ഏട്ടറിക്കൊണ്ടൊരു പറയണ്ടായുണ്ട്, കാരണം അത് മക്കളറിയരുതെന്ന് പുള്ളിക്കൊരു ആഗ്രഹമുണ്ട്. പുള്ളിയുടെ ഭാഗത്തുനിന്നൊരു വീഴ്ച പറ്റി, കാരണം അതുപോലെയാണ് മക്കളെ പുള്ളിയെ വെച്ചിരിക്കുന്നത്. ആ ഒരു ഇതുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഇടറിച്ച ഞാൻ തന്നെ ഓർത്ത് ദൈവമേ സ്പോട്ട് ഡബിങ് ആയിരുന്നെങ്കിൽ ഇതുപോലെ കിട്ടുമോ ഡബിങ്. പക്ഷേ സാർ അത് ഡബിങ്ങിലും അതേപോലെ തന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു ജിത്തു, ഗംഭീരമാവട്ടെ. അപ്പോൾ 200, 250, 300 ഞാൻ ആ OTT ഡേറ്റ് പറയുന്നില്ല. ഓക്കെ, OTT എന്തായാലും താമസിയാതെ എടുത്തു. അപ്പോൾ അത് വരും. തിയേറ്ററിൽ പോയി കാണുക അല്ലേ, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ് ചെയ്യേണ്ട. അപ്പോൾ 250 കടന്ന് മുന്നോട്ട് പോവുകയാണ്. എത്ര എല്ലാവിധ ആശംസകളും നേരുന്നു. വെയിറ്റിംഗ് ഫോർ ദൃശ്യം 4. താങ്ക് യു ജിത്തു, താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ജിത്തുവാണ് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ തൊട്ടടുത്തുള്ള തിയേറ്ററുകളിൽ നമ്മുടെ ദൃശ്യം 3 കിടന്ന് കളിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. മാത്രമല്ല ദൃശ്യത്തിൻ്റെ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം സംതൃപ്തിപ്പെടുത്തുന്ന എല്ലാമുണ്ട്. മികച്ചൊരു ഫാമിലി ഫിലിമാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ പോയി സിനിമയൊക്കെ കണ്ടുവരിക. ഇനിയിപ്പം സിനിമ കാണാനുള്ള സമയമുണ്ടോ എന്നായിരിക്കും പ്രേക്ഷകർ ചോദിക്കുക. സ്കൂളൊക്കെ തുറന്നു, മഴയൊക്കെ വരുന്നു, എങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടോളൂ.